ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മൽ പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡ് തൃക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ സുധി വെള്ളമടിച്ച് 4 കാലം റോട്ടിൽ തന്നെ കിടക്കുകയാണ് കേട്ടോ. ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് സുധിയും മഹേഷും ഓടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതിനുശേഷം സുധിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ തുടങ്ങുന്ന സമയത്ത് സുധി വേഗം പറയുകയാണ്, എന്നെ ആരും തന്നെ പിടിക്കരുത്, നീയൊക്കെ ആരുടെ എന്ന് ചോദിക്കുന്ന സമയത്ത് മഹേഷ് പറയുന്നുണ്ട്, എടാ വെള്ളമടിച്ച് വെളിവില്ലാതെ അവനെ സ്വന്തക്കാരെ പോലും അറിയാതെയായി എന്നൊക്കെ പറയാം കേട്ടോ. ഈ ഒരു സമയത്ത് ഇളയച്ചൻ വേഗം സുധിയുടെ അടുത്ത് നിന്നിട്ട് പറയാണ്, മോദേ സുധി, നിനക്ക് ആരാണെന്നൊന്നും മനസ്സിലായില്ല, ഞാൻ നിന്റെ ഇളയച്ചനാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇളയച്ച, എൻ്റെ പൊന്നിളയച്ച, വാ നമുക്കിവിടെ കടന്നുറങ്ങാമെന്നും പറഞ്ഞുകൊണ്ട് ഇളയച്ചനെയും കൂട്ടിക്കൊണ്ട് സുധി വീണ്ടും അവിടെ കിടക്കാണ് കേട്ടോ. ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് തലയ്ക്ക് കയ്യും കൊടുത്ത് നിൽക്കുകയാണ് നമ്മുടെ സച്ചി. അതിനുശേഷം സച്ചിയും മഹേഷും കൊണ്ടും കൂടി ബലം പിടിച്ചാണ് നമ്മുടെ സുധിയെയും ഇളയച്ചനെയും എഴുന്നേൽപ്പിച്ചിരുത്താണ് കേട്ടോ. ഈ ഒരു സമയത്ത് സുധി, നിങ്ങൾക്കറിയാമോ, ഞാനൊരു ബിസിനസ്മാൻ ആവേണ്ടതാണ്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പൊക്കോ, ഞാൻ കാറിന് വന്നോളാം, ഇളയച്ച പുറകിലിരുന്നോ എന്നും പറഞ്ഞുകൊണ്ട് സുധി വണ്ടി ഓടിക്കുന്ന പോലെ തന്നെ കാണിക്കുകയാണ്. ഈ സമയത്ത് ഇളയച്ചൻ പറയുന്നുണ്ട്, മോനെ സുധി പതുക്കെ പോയി, ഇളയച്ചൻ്റെ ആടുകൾ എന്നൊക്കെ പറയുക കേട്ടോ. അപ്പോൾ ഇരുവരും തമ്മിൽ കാണിച്ചു കൂട്ടുന്ന കാണുമ്പോൾ തന്നെ സുധി പറയുന്നുണ്ട്, എടാ മഹേഷെ പിടിച്ചോ, ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ശരിയാവില്ല, രണ്ടുപേരെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയാം. അങ്ങനെ മഹേഷ് സച്ചിയും കൂടി ഒരു കണക്കിന് രണ്ടുപേരെയും കൂടി വീടിന്റെ പടിക്കൽ വരെ എത്തിക്കുകയാണ്. ഈ ഒരു സമയത്ത് നിലത്ത് കാല് പോലും ഉറയ്ക്കാതെ സച്ചിയുടെ തോളത്ത് തൂക്കി പിടിച്ചുകൊണ്ട് വരുന്ന സുധി പറയുകയാണ്, ഇളയച്ച നിങ്ങൾ നല്ല ഫിറ്റാണ്, ആടിയാണ് പോകുന്നത് എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ ഇവര് ഒരു കണക്കിന് നമ്മുടെ സുധീനെ വീടിന്റെ അകത്ത് കയറ്റിയിട്ട് ഇരുത്താണ്. ഈ ഒരു സമയത്ത് സുധി ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. ആ സമയത്ത് മഹേഷ് ചോദിക്കുന്നുണ്ട്, എടാ സച്ചി, ഇത്രയും നേരം വായിലിട്ട് ചലിച്ചുകൊണ്ടിരുന്ന അവൻ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ലല്ലോ എന്നൊക്കെ പറയാണ്. ഈ ഒരു സമയത്താണ് അങ്ങോട്ടേക്ക് ചന്ദ്രയും ശ്രുതിയും വരുന്നത്. തൻ്റെ മകൻ ബോധമില്ലാതെ കിടക്കുന്ന കാണുമ്പോഴത്തെ ചന്ദ്ര ആകെ പേടിച്ചു പോകണം കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു അപകടം പറ്റിയോ എന്നൊക്കെ അറിയാനായിട്ട് ചന്ദ്ര ഓടി വന്നിട്ട്, മോനെ സുധി, നിനക്ക് എന്താ പറ്റിയത്, നീ ഒന്നും മിണ്ടുന്നില്ലല്ലോ, എവിടെയെങ്കിലും വീണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും സുധി ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. അവസാനം സച്ചിയുടെ ടേട, സച്ചി നീ എന്താ എൻ്റെ മോനെ കൊണ്ടുപോയി കാണിച്ചത് എന്നൊക്കെ പറഞ്ഞ് വഴക്കൊക്കെ പറയുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരെ കരച്ചിൽ കേട്ടുകൊണ്ട് നമ്മുടെ അച്ചാമ്മയും അതുപോലെ തന്നെ വർഷയും ശ്രീകാന്തും ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശ്രീകാന്ത് വന്നതിന് ശേഷം ഏട്ടൻ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ശ്രുതി ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. നമ്മുടെ ചന്ദ്രയും ശ്രുതിയാകട്ടെ, ശ്രുതിക്ക് എന്തോ ഒരു അപകടം പറ്റിയെന്നുള്ള ടെൻഷനിലാണ് കേട്ടോ. ചന്ദ്ര വേഗം തന്നെ, മോനെ ശ്രുതി നിനക്ക് എന്ത് പറ്റിയെന്നൊക്കെ പറഞ്ഞ് മുഖത്തേക്ക് തട്ടുന്ന സമയത്ത് നമ്മുടെ ബീരാനിക്കൊരു ശബ്ദം ഉണ്ടാക്കാറില്ലേ, നാക്കിട്ടുകളാണെന്ന് പറഞ്ഞ് കാണിച്ച്, അതുപോലെ ശബ്ദം ശ്രുതിയും കാണിക്കുകയാണ്. വേഗം തന്നെ ചന്ദ്രയ്ക്ക് സ്മെല്ലടിക്കുമ്പോഴത്തേക്കും ചന്ദ്ര പറയുന്നത്, ദേ ഇവൻ വരുമ്പോൾ മെനകെട്ട സ്മെല്ലാണല്ലോ ഇപ്പോൾ ശ്രുതിക്കുള്ളത്, മോനെ ശ്രുതി നീ വെള്ളം അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ശ്രീകാന്ത് വേഗം തന്നെ ശ്രുതിയെ മണത്തതിന് ശേഷം, ഏട്ടൻ വെള്ളം അടിച്ചിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. വേഗം തന്നെ ശ്രുതിയെ കുലുക്കി വിളിച്ചിട്ട്, നീ വെള്ളം അടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന അച്ചാമ്മ ചന്ദ്രയുടെ ആയിട്ട് ചോദിക്കുകയാണ്, ഇവന് ഇങ്ങനൊരു ശീലം ഉണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, എൻ്റെ മോൻ ഇങ്ങനെയുള്ള ശീലമൊന്നും ഉണ്ടായിരുന്നില്ല, ഇവനെ എൻ്റെ മോനെ ഈ കൂട്ടത്തിൽ കൊണ്ടുപോയി നശിപ്പിച്ചു, മോളെ ശ്രുതി നീ എന്തിനാ ഇവൻ്റെ കൂട്ടത്തിൽ ഇവനെ പറഞ്ഞു വിട്ടത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഒച്ചപ്പാടും ബഹളമൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. രേവതി വേഗം തന്നെ സച്ചിനെ മാറ്റി നിർത്തിയിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒന്നുമില്ലാന്ന് സച്ചി മറുപടി പറയുന്നുണ്ട്. സച്ചിയുടെ ആക്ഷനിലൂടെ ഒക്കെ തന്നെ രേവതിക്ക് സച്ചി കഴിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുകയാണ് കേട്ടോ. സമയം തന്നെ ചന്ദ്ര അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, എടാ നീയോ കുടിച്ച് നശിച്ചു, എൻ്റെ മോനെയും കൂടി നീ കുടിപ്പിച്ച് നശിപ്പിച്ചല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ഞാൻ ആർക്കും മദ്യം നൽകിയിട്ടില്ല എന്ന് സച്ചി പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് ചന്ദ്ര വീണ്ടും പറയുന്നത്, ശ്രുതിയുടെ ഇളയച്ചനിരിക്കുന്നുണ്ടോ, അദ്ദേഹം എന്ത് വിചാരിക്കുമെന്ന് പറയുമ്പോഴത്തേക്കും മഹേഷ് പറയുകയാണ്, ശ്രുതിയെ പോലെ തന്നെ അതേ ഇളയച്ചനും കഴിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്രയും ശ്രുതിയോടൊക്കെ എല്ലാവരും ഇളയച്ചനെ സൂക്ഷിച്ചു നോക്കുകയാണ്. അതിനുശേഷം ചന്ദ്ര വീണ്ടും എഴുന്നേറ്റ് വരുന്ന സച്ചിയെ വഴക്ക് പറയുന്ന സമയത്ത് നീ നിൽക്കുന്ന ശ്രുതിയുടെ ഇളയച്ചൻ അദ്ദേഹത്തോട് ചോദിച്ചു നോക്കാൻ പറയാണ്. കാരണം നമ്മുടെ ഇളയച്ചൻ പറഞ്ഞിരുന്നല്ലോ, എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ നോക്കിക്കോളാം, അവൻ വെള്ളം അടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാണല്ലോ ശ്രുതിനെ കൊണ്ട് വെള്ളം അടിപ്പിക്കുന്നത്. അപ്പോൾ ഇളയച്ചൻ കഴിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ ശ്രുതി ഇളയച്ചൻ്റെ അടുത്ത് നിന്ന് ചോദിക്കുന്നത്, നിങ്ങളും കഴിച്ചു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ കഴിച്ചു എന്ന് പറയുകയാണ്. അതിനുശേഷം ശ്രുതി വീണ്ടും ചോദിക്കും, നിങ്ങളോ കഴിച്ചു, പിന്നെ എന്തിനാണ് ശ്രുതിനെ കൊണ്ട് കുടിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ഞാൻ പറഞ്ഞതാണ് സച്ചി മോനോടായിട്ട് ഇവരെ കുടിപ്പിക്കരുതെന്ന്, പക്ഷേ സച്ചിയും സച്ചിയുടെ കൂട്ടുകാരും കൂടെ കൂടിയിട്ട് ശ്രുതിനെ കുടിപ്പിച്ചു എന്ന് മഹേഷും സച്ചിയും ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. അതിനുശേഷം ഞാനോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അതെ സച്ചി മോനെ നീ തന്നെയാണ്, നിനക്ക് പറയാൻ മടിയായതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് എന്നൊക്കെ നമ്മുടെ ബീരാനിക്ക മറുപടി പറയുകയാണ്. എൻ്റെ നല്ലൊരു 8ന്റെ പണി തന്നെ ബീരാനിക്ക ആ സമയത്ത് സച്ചിക്കട്ടായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതിയും ശ്രീകാന്തും ചന്ദ്രയും എന്തിന് അച്ചാമ്മ വരെ വന്നിട്ട് സച്ചിയെ വഴക്ക് പറയുകയും, അച്ചാമ്മ സച്ചിയെ തല്ലെന്നൊക്കെയുണ്ട്, നീ പണ്ടും നീ കല്യാണത്തിന് മുന്നേയും വന്ന് കുടിച്ചിട്ട് വന്ന് കൂട്ടുകാരുമായിട്ട് ഇതുപോലെ ബഹളങ്ങളൊക്കെ വെക്കുമായിരുന്നു, ഇപ്പോഴും നിന്റെ ഈ സ്വഭാവം മാറ്റിയിട്ടില്ല അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അച്ചാമ്മ ഒരുപാട് തല്ലുന്നുണ്ട്. അവസാനം നമ്മുടെ രേവതിയും മഹേഷും കൂടെ കൂടിയിട്ടാണ് അച്ചാമ്മയെ മാറ്റുന്നത്. അതിനുശേഷം മഹേഷ് അച്ചാമ്മയെ സത്യം ഇങ്ങനെയല്ല എന്ന് പറയുമ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട്, വേണ്ടട മഹേഷ് ഒന്നും പറയണ്ട, പറഞ്ഞാലും ആരും തന്നെ ഒന്നും മനസ്സിലാക്കാൻ പോകുന്നില്ല എന്ന് പറയുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രുതിയെ തട്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, അച്ചാമ്മയെ ശ്രുതി മിണ്ടുന്നില്ല, നമുക്ക് ശ്രുതിനെ കൊണ്ട് ആശുപത്രി പോകാമെന്ന് പറയുമ്പോഴത്തേക്കും, ആശുപത്രിയിലൊന്നും പോകണ്ട, ഇതിന് പരിഹാരം ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ വിളിച്ചുകൊണ്ട് സച്ചി അടുക്കളയിലേക്ക് ചെല്ലുകയാണ്.
അടുക്കളയിൽ ചെന്നതിന് ശേഷം രേവതി പറയുന്നുണ്ട് സച്ചിയുടെ സത്യം പറ, അവിടെ എന്താണ് സംഭവിച്ചതെന്ന് പറ, നിങ്ങളായിട്ട് എന്തായാലും നിങ്ങളുടെ ഏട്ടനെ കുടിപ്പിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാവരും എന്നെയല്ലേ കുറ്റക്കാരനാക്കിയിരിക്കുന്നത്, എന്തായാലും അതങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് സച്ചി പറയുന്നുണ്ട്. അതിനുശേഷം മോരും വെള്ളം കൊണ്ടുവന്ന് സുധിക്ക് കൊടുക്കുന്ന സമയത്ത് സുധി ചാടി എഴുന്നേറ്റിട്ട് പറയുകയാണ്, അമ്മേ എൻ്റെ പൊന്നമ്മേ എന്നും പറഞ്ഞിട്ട് ചന്ദ്രയെ കെട്ടിപ്പിടിച്ചതിന് ശേഷം അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നോടല്ല അമ്മേ, എന്നിട്ട് ഞാൻ ഇങ്ങനെ ആയി പോയല്ലോ അമ്മേ എന്നൊക്കെ പറയുകയാണ്. കൂടാതെ നമ്മുടെ സച്ചിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. സച്ചി 24 മണിക്കൂറും അവൻ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏട്ടനല്ലേ ഞാൻ, ആ ഒരു സ്നേഹം അവൻ എന്നോട് കാണിച്ചു കൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് നേരെ തിരിയുന്നത് ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ശ്രീകാന്തിൻ്റെ അടുത്ത് വന്നിട്ട് ഈ മോനെ ശ്രീകാന്ത് എന്ന് പറഞ്ഞുകൊണ്ട് കവളിൽ 2 കവളിങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട്, മോനെ ശ്രീകാന്ത് ഏട്ടന് നിന്നെ എന്തിഷ്ടമാണെന്ന് അറിയാമോ, എന്നിട്ട് നീ ഏട്ടനെ കല്യാണം വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്കും മഹേഷ് സച്ചിയോടായിട്ട് പറയുകയാണ്, എടാ സച്ചി എത്ര നാളെ ശ്രീകാന്തിന്റെ കല്യാണം കഴിച്ചിട്ട് ഇപ്പോഴാണ് ഇവന് ഈ ഒരു കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. ശ്രീകാന്തിനോടുള്ള സ്നേഹമൊക്കെ പ്രകടിപ്പിച്ച് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അച്ചാമ്മയെ കാണുന്നത്. അച്ചാമ്മയെ കാണുമ്പോഴത്തെ അച്ചാമ്മേ എൻ്റെ പൊന്നച്ചാമ്മേ എന്നും പറഞ്ഞുകൊണ്ട് അച്ചാമ്മയെ ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. എൻ്റെ ഇഷ്ടമാണ്, എനിക്ക് അച്ചാമ്മയെ എന്ന് അറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അച്ചാമ്മ എന്നെ വിട് വിട് എന്നൊക്കെ നമ്മുടെ സുധിയോടായിട്ട് പറയുകയാണ്. ബലം പിടിച്ചതിന് നമ്മുടെ സുധിയും ചന്ദ്രയും കൂടെ കൂടിയിട്ട് സുധീനെ പിടിപിടിക്കുകയാണ്. സുധി വേഗം തന്നെ തിരിഞ്ഞു വെക്കുന്നത് സുധിയുടെ നേർക്കാണ്. സുധീനെ വേഗം തന്നെ സുധി കെട്ടിപ്പിടിച്ചിട്ട്, ശ്രുതി ഐ ലവ് യു, എനിക്ക് നിന്നെ എന്ത് ഇഷ്ടമാണെന്ന് അറിയാമോ, ജോലിയില്ല എന്ന് അറിഞ്ഞപ്പോൾ നീ എന്നെ ഉപേക്ഷിച്ച് പോയപ്പോൾ ഞാൻ എന്തോരം സങ്കടപ്പെട്ടു എന്നറിയാമോ, ഇനി എന്നോട് അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിനെ കെട്ടിപ്പിടി. ഈ ഒരു സമയത്ത് ശ്രുതി ബലം പിടിച്ച് ശ്രുതിയെ മാറ്റി നിർത്തുന്ന വേഗം തന്നെ ശ്രുതിയുടെ കാലിൽ വീണ്, ശ്രുതി എന്നോട് ക്ഷമിക്കണം, ഞാൻ ജോലിക്ക് പോവാത്ത മനഃപൂർവ്വമല്ല, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാലിൽ പിടിച്ച് പൊട്ടിക്കരയുകയാണ്. അന്നേരം തന്നെ അച്ഛൻ പറയുന്നുണ്ട്, ചന്ദ്ര ഇതെന്ത് ഇവനെ കടന്ന് കാണിക്കുന്ന, അവനെ കാലിൽ നിന്ന് പിടിച്ചു മാറ്റിയെന്ന് പറയുകയാണ്. ശ്രുതിയും ചന്ദ്രയും കൂടി ബലം പിടിച്ച് തന്നെ ശ്രുതിനെ സോഫയിലേക്ക് ഇടുക കേട്ടോ. കൂട്ടത്തിൽ തന്നെ ചന്ദ്രയും ശ്രുതിയും കൂടി മറിഞ്ഞു വീഴുന്നുണ്ട് കേട്ടോ. ശേഷം അച്ഛൻ പറയുകയാണ്, ശ്രുതിനെ റൂമിലേക്ക് കൊണ്ടുപോയി, ഈ ഒരു കാഴ്ച എന്തായാലും രവി വരുമ്പോൾ കാണണ്ട, അവനിത് സങ്കടമാവും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതിയും ചന്ദ്രയും കൂടി ബലം പിടിച്ച് തന്നെ ശ്രുതിനെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ ഒരു സമയത്താണ് ബീരാനിക്കയെ ശ്രുതി കാണുന്നത് കേട്ടോ. ബീരാനിക്കയുടെ അടുത്ത് നിന്നിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട്, ഇളയച്ചനെയാണ് എന്നെ എങ്ങനെയെന്ന് പറയുമ്പോഴത്തേക്കും ഇളയച്ചൻ വേഗം അവിടെ നിന്ന് ചാടി എഴുതിട്ട്, മോനെ ശ്രുതി നീ സത്യങ്ങളൊന്നും പറയണ്ടേ, ഇളയച്ചനായിട്ട് തന്നെ സത്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മോൻ ധൈര്യമായിട്ട് പോയി കടന്നോളാനായിട്ട് പറഞ്ഞ് ശ്രുതിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.